Hello friends, this is me Rizwan Oshad and once again welcome back to AR Brothers. Guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു നൈസ് വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാത്ത പല ടിപ്സും ട്രിക്സും ഞങ്ങൾ ഇന്ന് കാണിച്ചു തരും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അറിയാവുന്നവരാണെങ്കിൽ ചിലവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ചിലവർക്ക് അറിയാവുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ പോയി ഇപ്പോഴല്ല വീഡിയോ കാണുമ്പോൾ അത് പോയി കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം, ഞങ്ങളെടുത്ത് നോക്കും. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇന്നലെ നമ്മുടെ ബ്രദർ ചെയ്തൊരു മരണ മാസ പ്രാങ്ക് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരണമാസ വീഡിയോ ആയിരുന്നു. മരണമാസം എപ്പോഴെപ്പോഴും എടുത്ത് പറയുമല്ല, കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് പൊരുത്തൊന്നുമല്ല. സംഭവം അടിപൊളി വീഡിയോ ആയിരുന്നു. എല്ലാവരും നല്ല കമൻസാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഞങ്ങളിടുന്ന പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾ അപ്പം തന്നെ കാണാൻ ശ്രമിക്കുക. വേറൊന്നും പറയാനില്ല, ഇനി ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക്. ഗസ്, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഇപ്പോൾ ക്വാറൻറ്റൈൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ പുറത്തിറങ്ങാതിരിക്കാൻ നോക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക, നേരെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാം, നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് ആരും പുറത്തിറങ്ങി ചുമ്മാ അനാവശ്യമായി പുറത്തിറങ്ങാൻ ഇരിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കഫും പനിയോ അങ്ങനെ വല്ലോ തോന്നുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഹെൽപ്പ് ലൈൻ സെൻറ്ററിൽ ഒന്ന് വിളിച്ച് അവരെ മാക്സിമം ബന്ധപ്പെടാനാണ് നോക്കേണ്ടത്. കാരണം ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറേ ആൾക്കാർ കാണുന്നത്, അപ്പോൾ അവർക്കും അത് ബാധിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ പുറത്തിറങ്ങിയാൽ അപ്പോഴും ഈ പനിയുള്ളവരെപ്പോഴും മാസ്കും കാര്യങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഹാൻഡ് സാനിറ്റൈസർ എപ്പോഴും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക എപ്പോഴും. വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ നമ്മുടെ സ്റ്റോറി, നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മളിടുന്ന സ്റ്റോറീസിൽ മൾട്ടിപ്പിൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പിക്സ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഒരു ഗാലറിയിൽ നിന്ന് ഒറ്റ പോസ്റ്റ് സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് 2 or 3 നമ്മൾ കുറേ ശ്രമിച്ചാൽ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അതെങ്ങനെ കഴിയുമെന്നാണ് ഈ ഒരു AR ബ്രദേഴ്സിൻ്റെ ചാനലിൽ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് ആവശ്യമായി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇത് ഹാം ആപ്ലിക്കേഷനൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷൻ. ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്ന ഒരു ആപ്ലിക്കേഷൻ. വെറും 20 MB മാത്രമുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്വിഫ്റ്റ് കീബോർഡ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് കീ ആപ്ലിക്കേഷൻ, കീയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അത് ഒരു കീബോർഡാണ് സ്വിഫ്റ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കീബോർഡായിട്ട് എനേബിൾ ചെയ്തിടുക. അതായത് നിങ്ങൾ സാധാരണ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീബോർഡ് മാറ്റി ഈ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. ഇനി എങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു അക്കൗണ്ട് ആവശ്യമുണ്ട്. ഈ ഒരു അക്കൗണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടാണ് എടുത്തേക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് അക്കൗണ്ട് AR ബ്രദേഴ്സിൻ്റെ അക്കൗണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ എല്ലാ അപ്ഡേറ്റ്സും ഇടുന്നതാണ്. നിങ്ങൾക്ക് സജഷൻസ് വല്ല ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് അയക്കുന്നതാണ്. ഞങ്ങളെല്ലാം എടുത്ത് നോക്കും, എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ തരാം. ഓക്കെ. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുടെ ഇതാണ് ആവശ്യമുള്ളത്. സ്റ്റോറി ആപ്ലിക്കേഷൻ സ്റ്റോറി ഇടുന്ന ആ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കുറേ ഗാലറീസ് കാണും. ജസ്റ്റ് നമുക്ക് ചെറിയൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വര കണ്ടോ, ഇവിടെ ഒരു വര കാണാം. നമുക്ക് ഇതിനകത്ത് ഏത് കളറാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ റെഡ് കളർ ചൂസ് ചെയ്യാം. റെഡ് കളർ ചൂസ് ചെയ്തതിന് ശേഷം സ്ക്രീനിലൊരു 5 മിനിറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ഫുള്ള് റെഡ് ആവും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ A ബട്ടൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പിൻ ബട്ടൺ കാണാം. പിൻ ബട്ടൺ ഞെക്കിയതിന് ശേഷം തന്നെ ഇവിടെ ഒരു ക്യാമറയുടെ ഒരു ബട്ടൺ കാണാം. ഇങ്ങനെ ഒരു ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഫോട്ടോസും കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ 2 ഫോട്ടോസ് എടുക്കുകയാണ്. ഈ ഒരു ഫോട്ടോയും പ്ലസ്
നമുക്ക് വേറെ ഒരു ഫോട്ടോ ഇത് പിൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഇതിനുശേഷം ഇനിയും ഇതുപോലെ തന്നെ ആഡ് ചെയ്യാൻ കഴിയും. ഇതുപോലെ നെക്കാം. നെക്കിയതിന് ശേഷം എന്താണ്ട് ഈ സ്റ്റിക്കർ ബട്ടണിൽ നെക്കിയത് പിൻ ബട്ടണിൽ നെക്കിയതിന് ശേഷം ഇവിടെ ക്യാമറ ബട്ടണിൽ നെക്കിയതിന് ശേഷം ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഒരു ഫോട്ടോയുടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. അതുകൊണ്ട് ഇവൻ്റെ ഫോട്ടോ ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഒരു കൂൾ ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് ഇതുവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് പോയി ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോറി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആക്കാം. ഡിഫറെൻ്റ് ആകാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ യുണീക്നെസ് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറി ഇടുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഫേസ് നമ്മുടെ സ്റ്റോറി ഇടുന്ന പേജ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിന് നമ്മൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റൈറ്റിങ്സ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഇതൊരു അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ശേഷം നിങ്ങൾക്കിവിടെ ഒരു ലോഗോ കാണാം. ഇതിനകത്ത് ഒരു ജിഫിൻ്റെ ഒരു സ്റ്റിക്കർ കാണാം. ഇനി ആ ജിഫിൻ്റെ സ്റ്റിക്കർ 6ാമത് കിടക്കുന്നതാണ്. ജിഫിൻ്റെ സ്റ്റിക്കർ നിൽക്കിയതിന് ശേഷം ഇതിനകത്ത് ലൈറ്റ്നിങ് എന്ന് അടിച്ചു കൊടുക്കാം. LIGHT ലൈറ്റ്നിങ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ജിഫ് വരെ കാണിച്ചത് നേരത്തെ വരുവാണെങ്കിൽ ലൈറ്റ്നിങ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് നെറ്റ് സ്ലോ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈറ്റ്നിങ് എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ ലൈറ്റ്നിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് നല്ല സൂം ചെയ്യുക. ഇതൊരു നല്ല വൃത്തിയിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫേസ് ആയിരിക്കും വരുന്നത്. ഇത് കുറച്ച് ചരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് സേവ് ചെയ്തിടാം. ഈ ഒരു സേവ് ബട്ടണിൽ നിൽക്കിയതിന് ശേഷം അപ്പോൾ ഇത് നിങ്ങളുടെ ഗാലറിയിൽ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ പ്രോസസ്സായിട്ട് വന്ന് കിടക്കും. അപ്പോൾ ഓക്കെ വീഡിയോ സേവ് ആയി. ഇനി നിങ്ങൾക്ക് ഇത് ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം ഡിസ്കാർഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വീഡിയോ കാണുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബട്ടണിൽ നോക്കി നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ കളർ ചൂസ് ചെയ്യാൻ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ നെക്കിക്കോട് ഇരിക്കാം. ബ്ലാക്ക് ഒരു മിനിറ്റ്, ബട്ടണിലല്ല ഈ ഒരു കളറിൽ നോക്കി, എനിക്ക് അറിയാൻ മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളറിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അയ്യോ ബ്ലാക്ക് ആകുന്നില്ലല്ലോ, പാടി ഒരു മിനിറ്റ്, ഓക്കെ ഫുള്ള് ബ്ലാക്ക് ആയി. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി, ഇന്നാണ് നിങ്ങൾ മാജിക് കാണാൻ പോകുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇറേസർ നീക്കുക. അതിന് ശേഷം പോളി ആപ്ലിക്കേഷൻ പോളി ഒരു ട്രിക്കാണിത്. അപ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക് എന്തിനകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുകൂടെ ഇതൊന്ന് റീടേക്ക് കാണിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കളർ ബട്ടണിൽ നിൽക്കുക. ഒരു മിനിറ്റ്, മാർക്കർ നിൽക്കിയതിന് ശേഷം ബ്ലാക്കിൽ തന്നെ നിൽക്കി കളർ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ജസ്റ്റ് ബ്ലാക്ക് ആയതിനു ശേഷം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് മാജിക്. ഒന്നുകൂടെ എന്തായാലും ഇതൊന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇനി ചെയ്തതിനു ശേഷം എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ പലവട്ടമായിട്ട് ഞാൻ പറയുന്നു, എന്തായാലും നിങ്ങളൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി നമ്മുടെ 3ാമത്തെ ട്രിക്കാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ശേഷം എന്തൊക്കെ ഓപ്പൺ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്കാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ട്രിക്ക്, നിങ്ങളുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഇതിപ്പോൾ കുറേ പേര് ചെയ്തൊരു ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ കാരണം ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് നത്തിങ് ആണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് കാണിക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറി ഇടുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ സ്റ്റോറിയോട് ചേരുന്ന ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത്
ജിഫിൽ കൂടെ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സിൽ കൂടെ ഒറ്റ ഹാഷ്ടാഗ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ജസ്റ്റ് റൈറ്റിങ്ങിൽ കൂടെ ഹാഷ്ടാഗ് ഇട്ടതിന് ശേഷം അങ്ങനെ കുറേ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഇടുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു റീച്ച് കിട്ടും സ്റ്റോറീസിന്. മാത്രമല്ല നിങ്ങളിടുന്ന ഓരോ പോസ്റ്റിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളിടുന്ന ഓരോ പോസ്റ്റുകൾക്കും ജസ്റ്റ് ഈ മോറിൽ നിൽക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്ര ഹാഷ്ടാഗാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വീഡിയോ പുതിയൊരു ചാനലും പുതിയൊരു അക്കൗണ്ടും പിന്നെ പുതിയൊരു അക്കൗണ്ട് മാത്രമല്ല ഇതുപോലത്തെ ഒരു ഫോട്ടോസിനൊന്നും വലിയ ഒരു റീച്ച് കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇതൊരു ഇൻഫർമേഷൻ ഫോട്ടോസാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തമായ വിൻറ്റേജ് ഫോട്ടോസും പോർട്രേറ്റ് ഫോട്ടോസും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു റീച്ച് തന്നെ കിട്ടും. അതിന് നിങ്ങൾ നല്ലൊരു കുറച്ച് ഹാഷ്ടാഗുകൾ, അതായത് കുറേ ഒരു 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള കുറേ ഹാഷ്ടാഗുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിപ്പോൾ ഓരോ നിങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം എൻ്റെ കേരളം എത്ര പോസ്റ്റുകളാണെന്ന്. അതുപോലത്തെ പല ഹാഷ്ടാഗുകളും നിങ്ങളുടെ ഫോട്ടോസിനോട് ചേരുന്ന പല ഹാഷ്ടാഗുകളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഈ ഗൈസ് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് അല്ല ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. എന്നാൽ ഞങ്ങൾക്ക് കുറേ കണ്ടന്റ് എല്ലാം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡം ചെയ്യാം. ഞങ്ങളെല്ലാ ചാറ്റിങ്സും എടുത്ത് നോക്കി നിങ്ങൾ ഓരോ കമൻസും ഫീഡ്ബാക്സും ഞങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ട് വന്നു കാണും അല്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ആ വീഡിയോയിൽ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. അതെന്താ വെച്ചാൽ ഞാൻ ശ്വാസം എടുക്കുന്നതൊക്കെ അതിൽ നിന്ന് ശ്വാസം എടുക്കുന്ന പോലെ ആയിപ്പോയി. എന്താ എനിക്കറിയില്ല. ഭയങ്കര വോയിസ് ക്യാച്ചിങ് ആണ് ഈ ഒരു ഫോൺ. എന്താ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ വീഡിയോ നല്ലൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു. ഇനി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ എന്നും പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മറന്നു പോവില്ല. ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾ തംബ്ലൈൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തരാനും കഴിയും. അപ്പോൾ അതൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ 2-3 വട്ടം പറഞ്ഞു. ഓക്കെ, എനിവേ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.